നമ്മൾ വേസ്റ്റായി കളയുന്ന ബോട്ടിൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള താമരയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ആദ്യമായിട്ട് താമരയുടെ സ്റ്റാൻഡാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് നല്ല കട്ടിയുള്ള കമ്പി വേണം. അത് ഇതേപോലെ പല പല നീളത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇലയും പൂവും എങ്ങനെ വേണമെന്നുള്ള നീളം വേണമെന്നുള്ളതിന് നീളം കൂട്ടിയെടുക്കുക, കുറച്ച് വേണമെന്നുള്ളതിന് കുറച്ചെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇൻസുലേഷൻ വെച്ച് അതിനെ ചുറ്റി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനുള്ളിൽ അതിലേക്ക് ഒരു കവർ വെച്ച ശേഷം സിമൻറ്റ് കലക്കി ഒഴിച്ച് ഫിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അടുത്തതായി നമ്മൾ വാട്ടർ പ്യൂരിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോ കമ്പിയുടെയും നീളം അനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ താമര പൂവാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഗ്രേപ്പ് ജ്യൂസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതതിൻ്റെ കവറെല്ലാം കളഞ്ഞ് നല്ല ഇതേപോലെ ഓരോ ബോട്ടിലും 3 ഇതളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരുമിച്ച് യോജിച്ച് സ്ക്രൂ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർ അത് പോയി കണ്ടു നോക്കുക. പൂവെല്ലാം പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം അത് ആ സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എൻ്റെ ഇല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് വലുതും ചെറുതുമായിട്ടുള്ള 2 വട്ടത്തിലുള്ള പാത്രം എടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇത്തിരി കട്ടിയുള്ള ഏതെങ്കിലും ഒരു ഷീറ്റായാലും മതി. അപ്പോൾ അതിലൊന്ന് ഒരു വി ഷേപ്പിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിലേക്ക് ഒരു ഹോൾ ഇട്ട ശേഷം ഒരു സ്ക്രൂ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലയും പൂവും എല്ലാം ഈ സ്റ്റാൻഡിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത ശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ച് അതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ചെറിയ ചെറിയ ഫോൾഡിങ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോൾഡിങ്സ് കൊടുക്കുന്നത്. ഇതിലൊരു നോർമൽ ഗ്രീൻ കളർ പെയിൻ്റാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും മുകളിലായിട്ട് നല്ല ലീഫി ഗ്രീൻ എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളർ ഉപയോഗിച്ച് അതിന് മുകളിൽ വരുന്ന ആ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കണം. പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ആ ലൈൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആദ്യം ബ്രഷ് ഉപയോഗിച്ച് ചെയ്തു. അതിനുശേഷം തീർന്നുപോയ ഒരു ഐലൈനറിൻ്റെ ഒരു ട്യൂബ് അത് മുക്കിയാണ് പിന്നെ ബാക്കിയെല്ലാം വരച്ചു കൊടുത്തത്. അത് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം വരച്ച് കഴിയുമ്പോഴത്തേക്കും ഇലയും നല്ല ഫിനിഷ് ലുക്കിൽ കിട്ടും നമുക്ക്. ഇനി നമ്മൾ സ്ക്രൂ ചെയ്ത ഭാഗം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ യെല്ലോ കളർ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് സൈഡിലോട്ട് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തണ്ടിലെല്ലാം ഇതേപോലെ ഗ്രീൻ കളർ കൊടുക്കുക. ആദ്യം ലൈറ്റ് കൊടുത്തു, പിന്നെ ഡാർക്ക് കൊടുത്തു, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടെ ലൈറ്റായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഒറിജിനൽ ലുക്ക് കിട്ടും. ഇതുപോലെ ഒരു ജെല്ലി എടുത്ത് അതിനുള്ളിൽ ജെല്ലി മാറ്റിയതിന് ശേഷം അതൊരു തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തതിന് നമ്മളൊരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് 1-2 ലീഫ് അതിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റുമുള്ള ആ പൂമ്പൊടി പോലത്തെ ഭാഗവും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ തന്നെ വെട്ടി അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം യെല്ലോ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പൂവ് പെയിൻറ്റ് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കൂടുതൽ കാണിക്കാത്തത്. പൂവ് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർ ആ ഡീറ്റെയിൽഡ് വീഡിയോ പോയി കണ്ടു നോക്കുക. അതിലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്തത്, എങ്ങനെയാണ് ഒട്ടിച്ചത് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താമര ചെടി. ഇതിൽ ഞാൻ സ്റ്റാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം പെയിൻറ്റ് ചെയ്ത ഒരു വീഡിയോ കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.